നെക്സ്റ്റ് എന്താ ഇട്ടേ നമ്മൾ? ഗാർലിക് മാത്രം. ആ അപ്പോൾ എന്താ സ്പെഷ്യൽ പറഞ്ഞില്ലാലോ? വെറൈറ്റി ഉണ്ടോ സ്പെഷ്യൽ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ചട്ടിയിൽ നല്ല ഗാർലിക്കും ചില്ലിയും ഇട്ടിട്ട് വഴറ്റിയെടുക്കണം അല്ലേ? ഓക്കെ. ഇഞ്ചി ഉണ്ട് ഇതിൽ. ഇഞ്ചി, ഗാർലിക്ക്, ചില്ലി, പച്ചമുളക്, പച്ചക്കറിവേപ്പില. എങ്ങനെ അളവ്? ഇതിപ്പോൾ എത്ര ഉണ്ട്? 4 ഉള്ളിയല്ല, 4 വെള്ളുള്ളി, ആവശ്യത്തിന് ഉപ്പ്. അതുവരെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം മീഡിയം ചെയ്യാം. ഇടുകയാണെങ്കിൽ നമ്മൾ ഇറക്കി കൊണ്ടേ നിൽക്കണം. കുറച്ച് വഴറ്റിയിട്ട് നോക്കാം. പിന്നെ നമ്മളെ മുട്ട റോസ്റ്റിലേക്കുള്ള തക്കാളി അരിയ, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് നമ്മൾ അരിഞ്ഞ് വെച്ചിന്. ഇതിപ്പോൾ 1 തക്കാളിയാണ്, 2 തക്കാളിയാണ്. 2 തക്കാളി ചെറുതാക്കി അരിയണം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ 2 തക്കാളിയും അരിഞ്ഞയുടെ സൈഡിൽ വെക്കാം. അപ്പോൾ നമ്മളെ ഉള്ളിയും ബാക്കി കാര്യങ്ങളൊക്കെ വഴറ്റി വരുന്നുണ്ട്. മീൻ ടൈം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കാം. അങ്ങനെ ഏകദേശം തക്കാളിനെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിന്. നമ്മളെ ഉള്ളി നല്ലോണം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ ഉള്ളി വാട്ടി റെഡിയാക്കേണ്ടത്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കേട്ടോ, മല്ലിച്ചപ്പ് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഈ ഉള്ളി വന്ന പോലെ തന്നെ തക്കാളി അങ്ങനെ അറിയാം. അപ്പോൾ അതിൽ വെള്ളം ഇറങ്ങി വരും. ഫ്ലെയിം കുറച്ച് ഇത്ര നേരം മീഡിയം ഫ്ലെയിമിലുണ്ടേ. അതിന് കുറച്ച് മൂടി വെച്ചിട്ട്. എഗ് റോസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ട നല്ലോണം ബോയിൽ ചെയ്ത് അതിൻ്റെ ഷെല്ലെല്ലാം മാറ്റി തോല് വിളിച്ച് റെഡിയാക്കി വെക്കാം. നമ്മൾ എത്ര മുട്ട എടുത്തിട്ടുള്ളത്? 6 മുട്ട. നമ്മൾ 6 ആൾക്കാരായതുകൊണ്ട് 6 മുട്ട. 1 ഹാഫാക്കിയിട്ട് ഇപ്പോൾ 12 പീസ് പോലെ. പെട്ടെന്ന് തന്നെ തോല് കളഞ്ഞ് കൂടെ മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത് സ്ലൈസ് ചെയ്ത് വെക്കാം. 1-2 ആക്കിയിട്ട് ലാസ്റ്റത്തെ മുട്ടയും കൂടി തോല് പൊളിച്ച് വൃത്തിയാക്കുന്നു. നല്ല സ്കില്ലാണല്ലോ, പെട്ടെന്ന് തോല് വിളിക്കുന്നുണ്ടല്ലോ. ഞാനൊക്കെ തോല് വിളിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് കഴിഞ്ഞൊക്കെ ഉണ്ടാവില്ല. എക്സ്പീരിയൻസ് അതുകൊണ്ട് തന്നെ ഒന്ന് പൊട്ടിപ്പോയി. സോറി, കണ്ണുണ്ട് ഗൈസ്. സാറില്ല, നല്ലതാണ്. നമുക്ക് എഗ്ഗ് സ്ലൈസ് ചെയ്ത് നോക്കാം. 2, 4, 6 മൊത്തം 12 പീസ് ഉണ്ടാവും. എഞ്ചിനീയർ ആയതുകൊണ്ട് മാത്സ് എല്ലാം അറിയുമല്ലേ? യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ. അപ്പോൾ നമ്മളെ എഗ്ഗ് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. നേരത്തെ തക്കാളി നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് എന്തായാലും മസാല ആഡ് ചെയ്യണ്ടേ? നമ്മൾ എഗ് റോസ്റ്റിനുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അല്ലേ?
പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊരു കുരുമുളക് പൊടി ഇടണം. ഓക്കെ, കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ലേശം കുരുമുളക് പൊടി. ഇനി അടുത്ത് വേണ്ട മസാല മല്ലിപ്പൊടി. കറിക്ക് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി കുറച്ച് നല്ലോണം ആഡ് ചെയ്യും. നമ്മൾ കറിയായിട്ടായിരുന്നു ഇപ്പോൾ റോസ്റ്റ് അല്ല വരുന്നത്. കുറച്ച് മല്ലിപ്പൊടി, ഇത്തിരി മസാല ഇട്ട് നല്ലോണം നടത്തി കൊടുക്കും. കുറച്ച് ഗരം മസാല, ഗരം മസാല കൊടുക്കും. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി എന്താണ് ലാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ലേശം ചിക്കൻ മസാല വേണമെങ്കിൽ ലേശം ഇട്ട് കുറച്ചിട്ട് കൊടുക്കാം. കൊടുക്കാം. ഓപ്ഷണലാണ്. ഇതാണ് സ്പെഷ്യലായിട്ട് വരുന്നത് എഗ് റോസ്റ്റ്. ഇത് നന്നായിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. മസാലേൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് ഇളക്കി. നമ്മൾ മസാലേൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി. അതിനുശേഷം ഒരു കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒന്ന് ഉള്ളി വേവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ വെച്ചാൽ കുറച്ച് വെള്ളം. ഇതിപ്പോൾ ലോ ഫ്ലെയിമാ മീഡിയം ഫ്ലെയിം അല്ലേ? ലോ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഈ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട കൊടുക്കും. മുട്ട ആഡ് ചെയ്യാം. അത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. മുട്ട ആഡ് ചെയ്ത് കുറച്ചുകൂടെ കുക്കായി കഴിഞ്ഞാൽ ഗാർണിഷിങ് നമ്മളെ മല്ലിച്ചപ്പ് കൊണ്ടിട്ട് നമ്മളെ എഗ് റോസ്റ്റും റെഡി. ഒരു കുറച്ച് നേരം ഒന്ന് തിളച്ച് വരട്ടെ. അടുത്തതായിട്ട് നമുക്ക് നമ്മളെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 12 പീസ് എഗ്ഗും കറിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കറിയിൽ മുങ്ങുന്നവരൊന്ന് നോക്കി കൊടുത്ത് ഇതൊരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെക്കണം. ഒരു 10 നല്ല മിനിറ്റ് കറിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ എഗ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്സ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിടും. നമുക്ക് നമ്മളെ എഗ് റോസ്റ്റ് റെഡിയായി. സെറ്റായില്ലേ? റെഡി ആയില്ലേ? ഒന്നും കൂടി വേണമെങ്കിൽ വെള്ളം വറ്റുന്ന ഇത് റോസ്റ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റിക്കാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. അല്ലെങ്കിൽ റോസ്റ്റ് ആയതുകൊണ്ട് കുറച്ചൊന്ന് വറ്റിക്കാം അല്ലേ? ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ എഗ് റോസ്റ്റിൻ്റെ ഫൈനൽ ടച്ചിലേക്ക് വരാണ്. നല്ല മല്ലിച്ചപ്പ് ഗാർണിഷ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതോടുകൂടി നമ്മളെ എഗ് റോസ്റ്റ് കംപ്ലീറ്റ് ആയി റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലേ? ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ചെറിയ വ്ളോഗ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.